ശ്രീരാമ രാമ രമ രാമ 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 ശ്രീരാമ രാമ രാമ രമ രാമ 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 ശ്രീരാമ രാമ രാമ ഹരി 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 ബോൾ രാധേ 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 ശ്യാം സത് ശ്രീ അകാൽ. പ്രേമത്തോടെ ആനന്ദത്തോടുകൂടി നമ്മൾ ഏകാദശി സദ്യയില ശ്രീരാമ പ്രതിഷ്ഠ വരെയുള്ള ഇല്ലേ നമ്മുടെ രാംലല്ലയുടെ പ്രതിഷ്ഠ വരെയുള്ള എല്ലാ മുഹൂർത്തങ്ങളിലും എല്ലാ ശുഭമുഹൂർത്തങ്ങളിലും രാമനാമ ജപത്തോടു കൂടിയുള്ള ലൈവ് ആരംഭിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ലൈവില് ഈ രാമായണം മുഖ്യ പ്രതിപാദ്യ വിഷയമാകുന്ന ഇന്നത്തെ ലൈവ് മുതൽ ഈ ഏകാദശി സന്ധ്യയുടെ ലൈവ് മുതൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:20 അവിടെ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ വരെയുള്ള സമയത്തെ ലൈവുകൾ കൃത്യമായ ഇടവേളകളിലായിരിക്കും. കൃത്യമായി ഹരീഷ് ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൃത്യമായി നാമജപം എവിടെയാണ്, ഏത് നാമജപം ഏത് ഭാഗമാണ് രാമായണത്തിൽ വായിക്കുന്നത്, രാമനാമ ജപം എത്രയാണ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് രാമായണത്തിന്റെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ലൈവ് സെഷൻ നമുക്ക് ആരംഭിക്കാം. രാമായണത്തിലെ പ്രാർത്ഥന അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ശ്രീരാമ അവതാരം വരെയുള്ള ഭാഗം, ശ്രീരാമ അവതാരവും കൗസല്യാസ്തുതി വരെയുള്ള ഭാഗം നമുക്ക് രാമായണത്തിൽ കേൾക്കാം. രാമായണം കൂടെ എടുത്ത് ശ്രുതിശുദ്ധമായിട്ട് രാമായണ പാരായണം കൂടി ഇതിന്റെ കൂടെ നടക്കണം. കമന്റ് ബോക്സിലെ ലിഖിതനാമ ജപത്തിന് തുല്യമായിട്ട് ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ എന്ന ലിഖിതനാമ ജപത്തിന് തുല്യമായിട്ട് കമന്റ് ബോക്സിൽ നമുക്ക് എഴുതുകയും ചെയ്യാം. ഈ ജപം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രാംലല്ലയുടെ അയോധ്യക്ക് രാംലല്ല ഹേ പ്രഭു ശ്രീരാമ കി ജയ് ശ്രീരാമചന്ദ്ര കെ ദൂത ആഞ്ജനേയ ശ്രീരാമചന്ദ്ര കെ ദൂത ആഞ്ജനേയ. മനസ്സ് ആനന്ദഭരിതമാണ് ഇല്ലേ? കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഈസ് നോ പൊളിറ്റിക്സ്, നത്തിങ് ലൈക്ക്. പക്ഷെ ശ്രീരാമൻ എന്ന് പറയുന്നത് ഇല്ലേ എത്രയോ കാലമായിട്ട് നമ്മൾ ജനിച്ച അന്ന് മുതൽ കേരളത്തിൽ വീഴുന്ന ഓരോ കുഞ്ഞിന്റെയും നാവില് ഇല്ലേ, ഈ ഹൈന്ദവ വിശ്വാസത്തിൽ ജനിക്കുന്ന ഓരോ കുഞ്ഞിന്റെയും നാവില് രാമ 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 രാമയുണ്ട്. രാമനാമം ഒഴിഞ്ഞ ഒരു സന്ധ്യകൾ നമുക്കുണ്ടായിട്ടില്ല, കർക്കിടക സന്ധ്യകൾ പ്രത്യേകിച്ചും. ആ ശ്രീരാമചന്ദ്ര പ്രഭുവിനെയാണ് ഇല്ലേ നമുക്ക് അതിന്റെ പിറകിലോ മുന്നിലോ ഉള്ളതൊന്നുമല്ല. നമുക്ക് ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനമാണ് ഇല്ലേ. ഉദ്ഘാടനം എന്നല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രാണപ്രതിഷ്ഠയാണ് ഭഗവാൻ ഗർഭഗൃഹത്തിൽ. അത് എപ്പോഴും അങ്ങനെയാണ് ഇല്ലേ. ഗർഭഗൃഹത്തിൽ നമുക്ക് പ്രസവം സംഭവിക്കുന്ന രണ്ടാമത്, ആദ്യം ജീവന്റെ ബീജം ഗർഭത്തിൽ അങ്കുരിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഭഗവാൻ അങ്കുരിക്കുന്ന ദിവസമാണില്ലേ. ബാക്കിയുള്ളതെല്ലാം ഭഗവാൻ പറയുമ്പോൾ ആനന്ദം കൊണ്ട് കണ്ണുകൾ പറയുന്നു ഇല്ലേ. ശ്രീരാമചന്ദ്ര പ്രഭു ഇല്ലേ അയോധ്യയില് ഭഗവാൻ അയോധ്യാവാസിയായിട്ട് ഇല്ലേ അവിടെ പ്രതിഷ്ഠ നടക്കാൻ ഇനി വെറും 40-45 മണിക്കൂറുകളേ ഉള്ളൂ. ആ മണിക്കൂറുകളിൽ രാമായണം പൂർണ്ണമായി വായിച്ചു തീർക്കുക എന്ന് പറയുന്ന യജ്ഞം നമ്മുടെ സത്സംഗത്തിലുള്ള ഹരീഷ് ചന്ദ്രശേഖരൻ യൂട്യൂബ് പേജ് സത്സംഗത്തിലുള്ള പല അമ്മമാരും അതൊരു യജ്ഞമായി തന്നെ എടുത്തിട്ടുണ്ട്. ഇന്നത്തെ രാത്രി, നാളത്തെ പകല്, മറ്റന്നാൾ ഉച്ചയ്ക്ക് പട്ടാഭിഷേകം വരുന്ന തരത്തിൽ നമ്മൾ ലൈവ് ക്രമപ്പെടുത്തിയിട്ടുള്ളത്. മറ്റന്നാൾ ഉച്ചയ്ക്ക് പട്ടാഭിഷേകം വരുന്ന തരത്തിലാണ് ലൈവ് ക്രമപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് രാമായണത്തിലെ ഈ 2 ഭാഗങ്ങളും കേട്ടതിന് ശേഷം നമുക്ക് രാമനാമ ജപത്തിലേക്ക് തിരിച്ചു വരാം. രാമായണം എടുത്തോളൂ, അധ്യാത്മ രാമായണം എടുത്തോളൂ. രാമായണത്തിലെ പ്രാർത്ഥന പുത്രകാമേഷ്ടി രാമാവതാരം വരെയുള്ള ഭാഗങ്ങളാണ് ഇല്ലേ. വളരെ കുറച്ച് സമയം, അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമാണ്. കാരണം നമുക്ക് ലൈവ് ആകുമ്പോഴേക്കും നമുക്ക് അതിനൊരു പരിമിതിയുണ്ട്. എങ്കിലും മറ്റന്നാൾ ഉച്ചയ്ക്ക് ഭഗവാന്റെ ഹേ ജഗന്നാഥ് പ്രഭു ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ ഇല്ലേ പട്ടാഭിഷേകം ഇല്ലേ, ഭഗവാൻ ഇങ്ങനെ മന്ദിരത്തിൽ കുടിയേറുന്ന സമയം, ഭഗവാനെ കുടിവയ്ക്കുന്ന സമയം, ശ്രീരാമ പട്ടാഭിഷേകവും ജപിച്ച് വായിച്ച് ശ്രീരാമ പട്ടാഭിഷേകവും ആഘോഷിച്ച് ആനന്ദത്തോടുകൂടി ഹേ ജയ് ശ്രീരാം ശ്രീരാമചന്ദ്ര പ്രഭു കി ജയ് ഇല്ലേ പ്രേമത്തോടെ ആനന്ദത്തോടുകൂടി നമുക്ക് രാമായണത്തിലെ ഈ ഭാഗം കേൾക്കാം. നമ്മുടെ യജ്ഞവേദികളിലൊക്കെ സ്ഥിരം സാന്നിധ്യമായിരുന്ന അമ്മയാണ് ശ്രുതിശുദ്ധമായിട്ട് രാമായണം വായിക്കുന്നത്. അപ്പോൾ കഴിക്കാത്ത അമ്മയ്ക്ക് പ്രത്യേകം നമസ്കാരം. അപ്പോൾ രാമായണം കൂടി കേട്ട് നമുക്ക് ഈ 2-3 ഭാഗങ്ങളും കേട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. ഹരി 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 ബോൾ രാധേ 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 ശ്യാം സത് ശ്രീ അകാൽ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ
ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാൻ ആവോളം വന്ദിക്കുന്നീൻ. വാണിയിടുക നാരദമെന്നുടെ നാവു തന്മിൽ. വാണി മാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ. നാണമെന്നിയേ മുതാ നാവിന്മേൽ നടനം ചെയ്യണാങ്കാനനേ. യഥാ കാനനേ ദിഗംബരൻ വാരജോദ്ഭവമുഖ വാരിജാവാസേ ബാലേ. വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ. പാരാതെ സലക്ഷണം മേന്മേൽ മംഗലശീലേ. വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നോരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കണം. വിഷ്ണുജോത്ഭവസുത നന്ദനപുത്രൻ വ്യാസൻ. വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന തപോധനൻ. വിഷ്ണു തന്മായ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണ കർത്താവിനെ വണങ്ങുന്നേൻ. നാൻമറനേരായ രാമായണം ചമയ്ക്കയാൽ നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാൽമീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനി താൻ മമ വരം തരികെപ്പോഴും വന്ദിക്കുന്നേൻ. രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനരുമാവല്ലഭൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ ദശരഥൻ അമലനയോധ്യാധിപതി ധർമാത്മാവീരൻ അമരകുലവരതുല്യനാം സത്യപരാക്രമൻ അങ്കജസമൻ കരുണാരത്നാകരൻ കൗസല്യാദേവിയോടും ഭർത്തൃ ശുശ്രൂഷയ്ക്കേറ്റം കൗശല്യമേറിയിടും കൈകേയിയും സുമിത്രയും ഭാര്യമാരിവരോടും ചേർന്നു മന്ത്രികളുമായി കാര്യങ്ങൾ വിചാരിച്ചു ഭൂതലമെല്ലാം പരിപാലിക്കും കാലം അനപത്യത്വം കൊണ്ടു പരിതാപേന ഗുരുചരണാംബുജദ്വയം വന്ദനം ചെയ്തു ചോദിച്ചിടിനാൻ എന്തു നല്ലു നന്ദനന്മാരുണ്ടാവാൻ എന്നരുൾ ചെയ്തിടണം. പുത്രന്മാരില്ലായ്കയാൽ എനിക്ക് രാജ്യാദി സമ്പത്തു സർവവും ദുഃഖപ്രദം എന്നറിഞ്ഞാലും വരിഷ്ഠ തപോധനൻ വസിഷ്ഠൻ അതു കേട്ടു ചിരിച്ചു ദശരഥ നൃപനോടരുൾ ചെയ്തു. നിനക്കു 4 പുത്രന്മാരുണ്ടായി വരും. അതു നിനച്ചു
ഖേദിക്കേണ്ട മനസീ നരപതേ, വൈകാതെ വരുത്തേണം ഋഷ്യശൃംഖനെ ഇപ്പോൾ ചെയ്ക നീ ഗുണനിധി. പുത്രകാമേഷ്ടി കർമ്മം തന്നെ ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ മന്നവൻ വൈഭണ്ഡകൻ തന്നെയും വരുത്തിനാൻ. ശാലയും പണി ചെയ്തു സരയൂ തീരത്തിങ്കൽ ഭൂലോകപതി യാഗം ദീക്ഷിച്ചാനാത്തുകാലം. അശ്വമേധാനന്തരം താപസന്മാരുമായി വിശ്വനായക സമനാകിയ ദശരഥൻ വിശ്വനായകനവതാരം ചെയ്വതിനായി വിശ്വാസ ഭക്തിയോടും പുത്രകാമേഷ്ടി കർമ്മം ഋഷ്യശൃംഖനാൽ ചെയ്യപ്പെട്ടോരാഹൂതിയാലേ വിശ്വദേവതാഗണം തൃപ്തരായതു നേരം ഹേമപാത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ഠത്തിൽ നിന്നു പൊങ്ങിനാൻ വന്യദേവൻ. താവകം പുത്രീയമീ പായസം കൈക്കൊള്ളുക നീ ദേവനിർമ്മിതം എന്നു പറഞ്ഞു പാവകനും ഭൂപതി പ്രവരനും കൊടുത്തു മറഞ്ഞിതു. താപസാജ്ഞയാ പരിഗ്രഹിച്ചു നൃപതിയും ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം. ദക്ഷനാം ദശരഥൻ തൽക്ഷണം പ്രീതിയോടെ കൗസല്യാദേവിക്കർത്ഥം കൊടുത്തു. നൃപവരൻ ശൈഥില്യാത്മനാ പാതി നൽകിനാൻ കൈകേകിക്കും. അന്നേരം സുമിത്രയ്ക്കോ കൗസല്യാദേവിതാനും തന്നെ പാതി കൊടുത്തിടിനാൾ മടിയാതെ എന്നതു കണ്ടു പാതി കൊടുത്തു കൈകേയിയും. മന്നവൻ അതു കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം. തൽപ്രജകൾക്ക് പരമാനന്ദം വരുമാറു ഗർഭവും ധരിച്ചിതു. മൂവരും മധുകാലം അപ്പോഴേ തുടങ്ങി ക്ഷോണീന്ദ്രനാം ദശരഥൻ വിപ്രേന്ദ്രന്മാരെ ഒക്കെ വരുത്തി തുടങ്ങിനാൻ. ഗർഭരക്ഷാർത്ഥം ജപഹോമാദി കർമ്മങ്ങളും ഉൽപ്പലാക്ഷികൾക്ക് അനുവാസരം ക്രമത്താലെ ഗർഭഛിന്നങ്ങളെല്ലാം വർദ്ധിച്ചു വരുന്തോറും ഉൾപ്രേമം കൂടെ കൂടെ വർദ്ധിച്ചു. നൃപേന്ദ്രനും തൽ പ്രണയിനിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ വിപ്രാതി പ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും അല്പമായി ചമഞ്ഞിതു സന്താപം ദിനംതോറും. അല്പഭാഷിണിമാർക്കും വർദ്ധിച്ചു തേജസേറ്റം. സീമന്ത പുംസവാനാദി ക്രിയകളും ചെയ്തു കാമാന്തം ദാനങ്ങളും ചെയ്തിതു നരവരൻ. ആനന്ദത്തോടുകൂടി പുത്രകാമേഷ്ടി കഴിയുമ്പോൾ ഇനി രാമാവതാരമായി. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ 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 രാമ. ആനന്ദത്തോടുകൂടി രാമനാമം ജപിക്കൂ. രാമായണം അവിടെ പാരായണം നടക്കുമ്പോഴും ആനന്ദത്തോടുകൂടി രാമനാമം ജപിച്ച് ജപ 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 രാമ നാമ ഹേ ഹരി ഹരി രാമ നാമ ഹേ രാമ നാമ ഹേ ഹരി ഹരി രാമ നാമ ഹേ രാമ നാമ ഹേ ഹരി ഹരി രാമ നാമ ഹേ ഹരി ഹരി രാമ നാമ ഹേ ഹരി ഹരി രാമ നാമ ഹേ രാമ നാമ ഹേ രാമ നാമ ഹേ രാമ നാമ ഹേ രാമ 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 രാമ. ഇങ്ങനെ ആനന്ദത്തോടുകൂടി രാമൻ ഓരോ മനസ്സുകളിലുമാണ് രാമൻ ജനിക്കേണ്ടതില്ലേ. അത് നാളെ അങ്ങോട്ടേക്ക് പ്രാണപ്രതിഷ്ഠ എന്താണെന്ന് പറയുന്ന സങ്കല്പത്തിൽ പറയുമ്പോൾ നമുക്ക് പറയാം എങ്ങനെയാണ് ഹൃദയത്തിൽ ഭഗവാനെ പ്രതിഷ്ഠ ചെയ്യുന്നത്. ഈ രാമനാമ ജപം എന്ന് പറയുന്നത് ഭഗവാൻ ശ്രീരാമ അവതാരം. ഗർഭവും പരിപൂർണമായി ചമഞ്ഞതു കാലം അർഭകന്മാരും 4 പിറന്നാരുടനുടൻ ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതൻ അയോധ്യയിൽ
കൗസല്യാത്മജനായാൻ. നക്ഷത്രം പുനർവസു, നവമിയല്ലോ തിഥി. നക്ഷത്രാധിപനോടു കൂടവേ ബൃഹസ്പതി കർക്കടകത്തിൽ അത്യുച്ചസ്ഥിതനായിട്ടല്ലോ അർക്കനും അത്യുച്ചസ്ഥനുദയം കർക്കടകം. അർക്കജൻ തുലാത്തിലും ഭാർഗവൻ മീനത്തിലും വക്രനും ഉച്ചസ്ഥനായി മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ. ദിക്കുകളൊക്കെ പ്രസാദിച്ചിതു ദേവകളും പെറ്റിതു കൈകേയും. പുഷ്യനക്ഷത്രം കൊണ്ട് പിറ്റേന്നാൾ സുമിത്രയും പെറ്റിതു പുത്രദ്വയം. ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ ജഗദീശ്വരൻ ജന്മരഹിതൻ പത്മേക്ഷണൻ ഭുവനേശ്വരൻ വിഷ്ണു തന്നെ ചിഹ്നത്തോടും അവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യയ്ക്കും. സഹസ്രകിരണന്മാർ ഒരുമിച്ച് ഒരു നേരം സഹസ്രായുധം ഉദിച്ചുയരുന്നതുപോലെ സഹസ്ര പത്രോദ്ഭവ നാരദ സനകാദി സഹസ്ര നേത്ര മുഖ വിബുധേന്ദ്രന്മാരാലും വന്ധ്യമായിരിപ്പോരും നിർമ്മല മകുടവും സുന്ദര ശിഖുരവും അളക സുഷാമയും കാരുണ്യാമൃതരസ സമ്പൂർണ നയനവും ആരുണ്യാംബര പരിശോഭിത ജഘനവും ശംഖചക്രാബ്ജ ഗദാ ശോഭിത ഭുജങ്ങളും ശംഖസന്നിപകള രാജിത കൗസ്തുഭവും ഭക്തവാത്സല്യം ഭക്തന്മാർക്കു കണ്ടറിവാനായി വ്യക്തമായിരിപ്പോരു പാവന ശ്രീവത്സവും കുണ്ഡല മുക്താഹാര കാഞ്ചീ നൂപുരമുഖ മണ്ഡനങ്ങളും ഇന്ദു മണ്ഡല വദനവും പണ്ടു ലോകങ്ങളെല്ലാം അളന്ന പാദാബ്ജവും കണ്ടുകണ്ടുണ്ടായോരു പരമാനന്ദത്തോടും മോക്ഷദനായ ജഗൽ സാക്ഷിയാം പരമാത്മാ സാക്ഷാൽ ശ്രീനാരായണൻ താനിതെന്നറിഞ്ഞപ്പോൾ സുന്ദരഗാത്രിയായ കൗസല്യാദേവി താനും വന്ദിച്ചു തെരുതരെ സ്തുതിച്ചു തുടങ്ങിനാൾ. അങ്ങനെ കൗസല്യാദേവിയുടെ സ്തുതിയാണ് ഇനി വരുന്നത്. ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഭാരതത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സർവ്വതിനെയും ഈശ്വരാർപ്പണമായി കണ്ട് നമസ്കരിക്കുന്ന ഒരു സമ്പ്രദായമാണ്. ഇവിടെ സാക്ഷാൽ ജഗജ്ജനനിയായ കൗസല്യാദേവി ശ്രീരാമചന്ദ്ര പ്രഭുവിനെ സ്തുതിക്കുന്ന ഭാഗത്തോടുകൂടി നമ്മൾ ഈ ഭാഗം നമുക്ക് ശ്രവിക്കാം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ 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 ശ്രീരാമ രാമ ജയ രാമ 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 ശ്രീരാം ജയ രാം ജയ ജയ രാം ശ്രീരാം ജയ രാം ജയ ജയ രാം എന്ന ജപമാണ്. ഈ ഭാഗം കൂടി കേട്ടതിന് ശേഷം ജപം തുടങ്ങാം.